ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ എൻ്റെ ഒരു ഇൻ്റർനാഷണൽ യാത്രയുടെ വീഡിയോ ആണ്. 2 മാസത്തെ വെക്കേഷന് വേണ്ടി ഞാൻ നാട്ടിൽ പോവുകയാണ്. റാസൽ ഖൈമ എയർപോർട്ടിൽ നിന്നും മുംബൈ എയർപോർട്ട് വരെയുള്ള എൻ്റെ യാത്രാ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഷാജിക്ക പെട്ടിയെല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഷാജിക്കയും ഹസൻ ഭായി, ദാസേട്ടൻ, അനീഷ് ഇവരെല്ലാം കൂടി എന്നെ യാത്രയാക്കുകയാണ്. ഇവരൊക്കെ എൻ്റെ റൂംമേറ്റ്സാണ്. ടിക്കറ്റിൻ്റെ അമിതമായ ഫെയർ കാരണം ഞാൻ മുംബൈ വഴി കാലിക്കറ്റിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. റാഷിദ് പുറത്ത് വണ്ടിയും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ലഗേജൊക്കെ അവർ വണ്ടിയിൽ കയറ്റി അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ദുബായിൽ നിന്നും റാസൽ ഖൈമയിലോട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ റാസൽ ഖൈമ എയർപോർട്ടിൻ്റെ അടുത്തെത്തി. ഞാൻ ആദ്യമായിട്ടാണ് റാസൽ ഖൈമ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത്. റാസൽ ഖൈമ എയർപോർട്ട് വളരെ ചെറുതും അതുപോലെ യാത്രക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. ദുബായ്, ഷാർജ, അതുപോലെ അബുദാബി എന്നീ എയർപോർട്ടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ റാസൽ ഖൈമ എയർപോർട്ടിൽ തിരക്കൊന്നുമില്ല. യാത്രക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. റാസൽ ഖൈമ എയർപോർട്ടാണ്. ഒരു മനുഷ്യനില്ല അവിടെ. പൂച്ചനുള്ളൂ, ആരുമില്ല. പൂച്ച പോരണ, എൻ്റെ കൂടെ പോരണ. അധിക വാഹനങ്ങളും മറ്റു സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തി. ട്രോളിയിൽ ലഗേജെല്ലാം വെച്ച് റാഷിദിനോട് യാത്രയും പറഞ്ഞ് ടെർമിനകത്തോട്ട് ഞാൻ പോവുകയാണ്. ടെർമിനലകത്തെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. യാത്രക്കാർ വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ബോർഡിംഗ് പാസ്, എമിഗ്രേഷൻ നടപടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിന് അകത്തെത്തി. എൻ്റെ ഹാൻഡ് ബാഗേജും എൻ്റെ ലാപ്ടോപ്പൊക്കെ ഞാൻ ഫ്ലൈറ്റിൻ്റെ മുകളിലെ റാക്കിൽ വെച്ച് എൻ്റെ സീറ്റിലോട്ട് ഇരിക്കാൻ പോവുകയാണ്. എനിക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് വിൻഡോ സൈഡിലുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ പുറം കാഴ്ചകളൊക്കെ കുറച്ച് കാണാൻ കഴിഞ്ഞു. താഴത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് ഞങ്ങളുടെ ലഗേജുകളെല്ലാം ഫ്ലൈറ്റിലോട്ട് കയറ്റുന്ന ജോലിയിലാണ്. ഈ രാത്രി ആയതുകൊണ്ട് തന്നെ മറ്റു വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനി മുംബൈ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് മുതലുള്ള വീഡിയോസ് നിങ്ങൾ കാണാം.
എൻ്റെ ഫ്ലൈറ്റ് മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. റൺവേയിലൂടെ പതുക്കെ ഗേറ്റിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ചേരി, ഇത് വലിയ ഒരു ചേരി പ്രദേശമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈ എയർപോർട്ടിന് ചുറ്റുമായിട്ടാണ്. തൊട്ടടുത്ത് തന്നെ, അതായത് മുംബൈ എയർപോർട്ടിൻ്റെ ബൗണ്ടറി നിൽക്കുന്നത് ഈ ചേരിൻ്റെ അടുത്താണ്. വളരെ ചെറിയ ചെറിയ ഒരുപാട് വീടുകൾ അതിനകത്തുണ്ട്. അത് കോൺക്രീറ്റിലുമുണ്ട്, അതുപോലെ തന്നെ തകര ഷെഡുകൾ വെച്ച് ഉണ്ടാക്കിയതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ക്യാബിൻ ക്രൂവിനോട് ബായ് എല്ലാം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. ഒരു വലിയ മഴ പെയ്ത് ചോർന്നതിൻ്റെ ലക്ഷണം പുറത്ത് കാണുന്നുണ്ട്. ഇനി ഫ്ലൈറ്റിൻ്റെ കമ്പനിയുടെ ബസ്സിൽ തന്നെ കയറി ടെർമിനലകത്തോട്ട് പോകും. അങ്ങനെ എമിഗ്രേഷൻ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് മുംബൈ എയർപോർട്ടിൻ്റെ ഡ്യൂട്ടി ഫ്രീയിലൂടെ നമ്മളങ്ങനെ പോകുന്നത് നമ്മുടെ ബെൽറ്റിനടുത്തോട്ടാണ്. നമ്മുടെ ലഗേജ് എല്ലാം വരുന്ന ബെൽറ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ലഗേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബെൽറ്റുകളുണ്ട്. വലിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബെൽറ്റുകളുണ്ട്. നമ്മുടെ ബെൽറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഏത് ബെൽറ്റാണെന്നുള്ളത്, നമ്മുടെ എയർലൈൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ അപ്പുറത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ കാണുന്നത് മുംബൈ എയർപോർട്ടിനകത്തുള്ള കാഴ്ചകളാണ്. വളരെ ഭംഗിയായിട്ട് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു എയർപോർട്ടാണ് നമ്മുടെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയിൽ തന്നെ വലിയ എയർപോർട്ടുകളിൽപ്പെട്ട ഒരെണ്ണമാണ് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും